കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ. ഭാര്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. ഇത് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. പറവസ്ഥാതെ എല്ലാം മേടിച്ചു തരണം, അല്ലേ? എല്ലാം മേടിച്ചു തരണം. പെങ്ങളെ ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. അവൾക്ക് ആവശ്യമുള്ളത് ചില ഭർത്താക്കന്മാർ കെട്ടി ഇങ്ങനെ ഇട്ടേക്കും. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്ന് പെണ്ണ് കെട്ടും, എന്നിട്ട് 2 മക്കളെയും കൊടുത്ത് സമ്മാനിച്ചിട്ട് മുങ്ങി നടക്കുന്ന പല ആൾക്കാരുണ്ട്. ചെലവിന് കൊടുക്കണം സഹോദരൻ. എന്തിനാ ഈ പിശുക്കത്തരം കാണിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്ത, നീ 1 കിലോ അരി വാങ്ങിക്കൊടുത്ത, ഒന്ന് മറ്റൊരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കൊടുത്ത, അരി വാങ്ങിക്കൊണ്ടു കൊടുത്ത, ഇറച്ചി വാങ്ങിക്കൊടുത്ത, മീൻ വാങ്ങിക്കൊടുത്ത, ഒരു മാക്സി വാങ്ങിക്കൊടുത്ത, ഒരു മുട്ടുസൂചി നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത, നിനക്ക് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുട്ടുസൂചി വാങ്ങിക്കൊടുത്താലും, നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വാരി വെച്ചാലും നിനക്ക് മീസാൻ എന്ന ത്രാസിൽ അത് സദക്കയുടെ കൂലിയായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ വാങ്ങിക്കൊടുക്കണം? എങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനെ സദക്ക? ഭാര്യ പറയുന്നു, എനിക്കൊരു ചുരിദാർ വേണം. കൊടുക്കത്തത് പ്രാവി വാങ്ങിക്കൊടുത്താൽ പതിവ് കിട്ടൂല. ഭാര്യ പറയുന്ന, എനിക്കൊരു ചുരിദാർ വേണം, ഒരു ഫർദ വേണം. ആ സമയത്ത് പടച്ചവനെ, അല്ലാഹുവേ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ അത് വാങ്ങിക്കൊടുത്താൽ നിനക്ക് സദക്കയുടെ കൂലി. അല്ലാതെ കടയിൽ പോയി വാങ്ങിക്കൊടുത്തിട്ട് പടച്ചവനെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കൊടുത്ത് പ്രാവിയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളങ്ങ് അർശിന്റെ മുകളിൽ കയറണ്ട മോളെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 വൃത്തികെട്ടവരുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു കരുണ കാണിക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ഭർത്താവിന്റെ കഴിവുകേട്, ഭർത്താവിന് വാങ്ങിത്തരാൻ കഴിവില്ല എന്നറിയാം, എന്നിട്ടും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കൂടെ ഉണ്ട്. നിന്റെ ഭർത്താവ് പടച്ചവനെ, നീ കിടക്കണത് വാടക വീട്ടിൽ, അയൽവാസിയുടെ വീട്ടിൽ ആക്റ്റീവ് വരുമ്പോ നീ കെട്ടിയവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. ആ സാധു എങ്ങനെ പടച്ചവനെ ഒരു ദിവസം അന്നം കൊടുക്കുന്നത്? കഷ്ടപ്പാടില്ല. ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് കൂടെ മനസ്സിലാക്കണം, കപ്പാസിറ്റി കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നീ പലതും പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവിന്റെ കടമ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, വേർതിരിവ് കാണിക്കരുത്, ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, സ്വഹാബാ വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്ന, സ്വഹാബാ വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. വലാ തുകബ്ബിഹു, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല? ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടുന്നില്ലേ? നിർത്തണോ? നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാന്നല്ല, ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ തല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് മുഖത്തടിക്കാൻ പാടില്ല. നമ്മൾ അടിച്ച അവിടെ മാത്രമേ അടിക്കത്തുള്ളൂ. മുഖം ഇവിടെ അടിക്കുന്നതിന് എന്താ പറയാ? നീ എന്തോടെ പറയാൻ പേടി? ഞങ്ങളുടെ നാട്ടിലെ ഇവിടെ എന്താ പറയുന്നത്? ചിലപ്പോ ഈ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്ത് വന്നാലും ആദ്യം അടിക്കണത് ഇവിടെയാണ്. നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല. 2, ചീത്ത വിളിക്കരുത്. അല്ലാഹു അലം, ഡിക്ഷണറി പോലും അതിന്റെ അർത്ഥം കാണൂല. അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യയെ, അല്ലേ? പട്ടി, പന്നി, മറ്റേ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല. അല്ലാഹു അലം. ചങ്ങായിമാരെ, നിന്നെ പോലെ അഭിമാനം ഉള്ളത് അവളും, അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ. പിന്നെ ആ സാധുക്കള് ക്ഷമിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തല്ലികെട്ടില്ല. 11 ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലികെട്ടില്ല.
എന്റെ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യമാകട്ടെ, ഒരിക്കൽ പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ പിണങ്ങി. രണ്ടുപേരും വല്ലാത്ത, ആയിഷ ബീബി നല്ല ദേഷ്യത്തിലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല കലി തുള്ളി നിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, നിങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ ചോദ്യം അടികൊള്ളേണ്ട ചോദ്യമാ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല. അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുള്ളതെപ്പോഴാ, എന്നോട് ദേഷ്യമുള്ളതെപ്പോഴാ? എനിക്കറിയാം ആയിഷ, നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത്, എനിക്കറിയാം. അപ്പൊ ഉടനെ ചോദിച്ചു, നബി എങ്ങനെ അറിയാൻ? നബിയെ, അതാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ പെട്ടെന്ന്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത്, ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താവ് മിണ്ടാതിരിക്കണം. കാരണം എന്തേ? അവൾ ദേഷ്യത്തിലായത് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവള് മറുപടി പറയും. എന്ന് പറഞ്ഞാൽ തറുതല പറയും. നമ്മൾ എന്തെങ്കിലും പറയും, ഉടനെ അവള് തറുതല പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവളെ തല്ലു കൊടുക്കും. തല്ലുകൊണ്ടാ വാങ്ങിച്ചോണ്ട് പോയിരിക്കോ? ഇല്ല, പിന്നെയും പിന്നെയും തായിക്കാന്ന് പറഞ്ഞ് പുറകെ വരും. നീ പിന്നെ വലിയ കരുണയുള്ളവനെ, വാരി അങ്ങ് കൊടുക്കും. അവസാനം ബാഗും പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും. വാപ്പായും വിളിച്ചോണ്ട് പടന്നയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, എന്നെ പീഡിപ്പിച്ചെന്ന്. അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത് തന്നെ, ഭാര്യമാര് ദേഷ്യത്തിലാണെങ്കിൽ അവള് നമ്മൾ എന്തെങ്കിലും പറയും, തറുതല പറയുമ്പോ നമുക്ക് ദേഷ്യം വരും, നമ്മൾ തല്ലും. എന്നാ ഒന്നീ നിർത്തോ? ഇല്ല, അവള് പിന്നെയും പറഞ്ഞുകൊണ്ട് വരും. നീ കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാനം പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ട നിന്റെ ശരീരത്തിന് നല്ലത് നീയും മിണ്ടാതിരിക്കല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് എപ്പോഴാ എന്നോട് സ്നേഹം, എപ്പോഴാ ദേഷ്യം? എനിക്കറിയാം. എങ്ങനെ അറിയാൻ നബിയെ? എങ്ങനെ? ആകാംക്ഷയോടുകൂടി, അത്രയും ദേഷ്യത്തിൽ നിന്ന ഒരു കൗൺസിലിങ്ങിന്റെ വശമാ, അത്രയും കോപത്തിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എങ്ങനെ അറിയാന്ന്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം, നീ അങ്ങനെ പറയും. എന്നോട് ദേഷ്യമാണെങ്കിൽ ലാ റബ്ബി ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം. അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം. സ്നേഹമുണ്ടെങ്കിലേ എൻ്റെ പേര് പറയൂ, ദേഷ്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും അങ്ങനെയാ പെരുമാറേണ്ടത്. അതിനാ കുടുംബജീവിതം എന്ന് പറയുന്നത്. സഫിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പ്രവാചകന്റെ കയ്യിൽ ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് കൊടുത്തു. വേറൊരു ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രവാചകനെ കാത്തിരിക്കുക. അപ്പോഴാണ് അടുത്ത ഭാര്യ കറി കൊടുത്തു വിടുന്നത്. ആ കറിയുമായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷ ബീബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സഫിയ തന്നതാ, അല്ലാഹ് നല്ല ടേസ്റ്റുള്ള കറിയാ, കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ, എടുത്തൊരൊറ്റയേറ്. അള്ളാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല കറിയും പാത്രം എടുത്ത് ഒറ്റയേറും, പാത്രം പൊട്ടി ചിതറി. അള്ളാഹുവിന്റെ റസൂല് തല്ലിയില്ല, മിണ്ടാതെ താഴെ ഇരുന്നിട്ട് പറക്കിയെടുത്തു. നമ്മളാണെങ്കിൽ ആലോചിക്കും, എടാ നിന്റെ വീടിന്റെ അയലത്ത് താമസിക്കുന്ന നിന്റെ കൂടപ്പുറപ്പ് സഹോദരി വീട്ടിൽ നല്ല ഒരു പോത്തിറച്ചിയൊക്കെ വെച്ചപ്പോ എൻ്റെ ഇക്കായ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കറി എടുത്തിട്ട് നിന്റെ കയ്യിൽ തന്നു. അതുമായി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ആമിന, എൻ്റെ സഹോദരി വെച്ച് ഇറച്ചിക്കറിയാ, നീ ഇത്തിരി വിളമ്പിത്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവളങ്ങാണം തറയിലെറിഞ്ഞ് പൊട്ടിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉള്ള രംഗമൊന്ന് ആലോചിച്ച് വയ്ക്കേ. ചിലപ്പോൾ അതിന്റെ പേരിൽ തലാക്ക് വരെ സംഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ തല്ലരുത്, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പല സാഹചര്യത്തിൽ ഞാനും നിങ്ങളും വിളിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കടമ, ഭാര്യയെ തല്ലാൻ പാടില്ല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ത്? ഭാര്യയെ തല്ലരുത്. ഭാര്യയെ തല്ലരുത് എങ്കിൽ 5 സമയങ്ങളിൽ പെണ്ണുങ്ങൾക്ക് തല്ല് കൊടുക്കാമെന്ന് കിതാബിലുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് 5 സമയങ്ങളിൽ? പറ മനുഷ്യന്മാരെ, 5 സമയങ്ങളിൽ ആരത്തല്ല? ഓ, ഇപ്പൊ ഒരു സന്തോഷം മുഖത്തില്ലേ?
ഇപ്പോഴൊരു സന്തോഷമുണ്ട് അൽഹംദുലില്ലാ. ഭാര്യമാരെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കട്ടെ. ഇത് നിങ്ങൾക്കുള്ളതാ, നിന്റെ ശരീരം സൂക്ഷിക്കാൻ. ഇത് നിനക്ക് സൂക്ഷിക്കാനുള്ള 5 കാര്യമാണ്. റസൂലുള്ളാഹി അവിടുന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒന്നാമതായിട്ട് ഭാര്യയ്ക്ക് തല്ലുകൊടുക്കാൻ പറ്റുന്ന 5 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. അവൾക്ക് രോഗമില്ല, അവള് ശുദ്ധിയാണ്, ആരോഗ്യമുണ്ട്. ഗൾഫിൽ നിന്നിട്ട് 2 കൊല്ലത്തിന് ശേഷം 1 മാസത്തെ ലീവിന് വന്ന സാധു പടച്ചവനെ പിണങ്ങിക്കിടക്ക, തന്റെ ഭർത്താവിനോട് സഹകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഭാര്യക്ക് തല്ലുകൊടുക്കാമെന്ന് കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണമെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. 2 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, പടന്നയിലെ പെങ്ങള്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യയുണ്ടല്ലോ, അവൾക്ക് തല്ല് കൊടുക്കാവടാ ചെറുപ്പക്കാരോ. എന്നോട് ഞാൻ പറഞ്ഞു, അതാ ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കലു. ഏത് ഭാര്യയ്ക്കും അറിയുവോ? നീ പറയുന്നതനുസരിക്കുന്ന ഭാര്യക്കാണ് ചിലവിന് കൊടുക്കേണ്ടത്. നീ പറയുന്നത് കേൾക്കാത്തവൾക്ക് ചിലവിന് കൊടുക്കാൻ ആരും പറയുന്നില്ല. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി കറങ്ങുന്ന പടന്നകിലെ പെങ്ങള്, അതിന് സാര പാപമല്ലടി പൊന്നുമോള്. അതിന് നിസാരമായി തള്ളിക്കളയാറുള്ള കാര്യമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചവനെ പ്രവാചകന്റെ കാലഘട്ടത്തിലു ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിലിറങ്ങരുത്, ഞാൻ വരുന്നത് വരെ വീടിന്റെ പുറത്തു നീ പോകരുത്. ഭർത്താവ് പറഞ്ഞിട്ട് യാത്രയാവുകയാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പയങ്ങ് രോഗിയാവുകയാണ്. പെട്ടെന്ന് പിതാവ് രോഗിയായി. പടച്ചവനെ, എല്ലാവരും എന്ന് പറഞ്ഞ് നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ. അല്ലാഹുവേ, ഭർത്താവ് പറഞ്ഞു വീടിന്റെ വെളിയിലിറങ്ങരുത്. ആ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരാളിനെ പറഞ്ഞു വിടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് രോഗിയായി കിടക്കുകയാണ്, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് നബിയേ. പക്ഷേ എന്റെ ഭർത്താവ് വീട് വിട്ട് വെളിയിലിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വാപ്പാനെ ഒന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കലാണ് നല്ലത്. നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കൂ. പടച്ചവനെ, ജനങ്ങൾ രണ്ടാമത് വന്നു പറഞ്ഞു, പെണ്ണ്, നിന്റെ പിതാവ് മരണസമയത്താ, നിന്റെ വാപ്പയതാ മരണാസന്നമായി കിടക്കുകയാ. നിന്റെ വാപ്പ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ. നിന്നെ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, അപ്പോഴും പ്രവാചകന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ജന്മം നൽകി എന്റെ പിതാവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു നബിയേ. ഞാനൊന്ന് പോയി അവസാനമായിട്ടൊന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിന്റെ ഭർത്താവിനനുസരിക്കൂ. പെങ്ങളെ, മൂന്നാമത് ജനങ്ങൾ വന്ന് പറഞ്ഞു, പെണ്ണേ, നിന്റെ വാപ്പ മരണപ്പെട്ടു. വാപ്പാന്റെ മയ്യത്ത് കാണാനെങ്കിലും നീ ഇറങ്ങി വരുവോ? അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാ. എന്റെ വാപ്പ പോയി നബിയേ, അവസാനമായി ഞാനും ആ ജനാസ കാണാ പോകട്ടെ നബിയേ. പ്രവാചകൻ എപ്പോഴും പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, നിന്റെ ഭർത്താവിനനുസരിക്കൂ. സ്വന്തം ബാപ്പ മരിച്ചിട്ട് പോലും കാണാ പോയില്ല. ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞാ പോകരുത്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ എങ്ങാണം വീട് വിട്ട് വെളിയിലിറങ്ങിയാ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കും പെണ്ണേ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം നിനക്ക് കിട്ടുകയോ? ആ പോകുന്ന വഴിയിലെങ്ങാനും നീ മരിച്ചു പോയാ, ഖസ്റ ദുനിയാ വൽ ആഖിറ.
നിന്റെ ദുനിയാവും ആഖിറവും പോയി. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങുന്ന ഭാര്യ കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ ഭാര്യയാരാ? പടന്ന പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. പടച്ചവനെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അതേ കിടപ്പിൽ തന്നെ കിടക്കുകയാ. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യമാര്, നിസ്കരിക്കാത്ത ഭാര്യമാര്, അവർക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരാ. നാലാമത്തെ ഭാര്യയാരാ? രാത്രി ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചു. പക്ഷേ ഭാര്യ എഴുന്നേറ്റിട്ടില്ല. അവൾ അല്ലാഹുവേ വലിയ അശുദ്ധിക്കാരിയാണ്. അവൾ കുളിക്കുന്നില്ലോ. കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാ. പിന്നെ കുളിക്കടി എന്ന് പറഞ്ഞിട്ടും വലിയ അശുദ്ധിക്കാരിയാണ്, ഹൈലുകാരിയാണ്. ശുദ്ധിയായിട്ടും കുളിക്കാതെ ഇങ്ങനെ നടക്കുകയാ. റബ്ബേ, ആ ചെറുപ്പക്കാരാ പെണ്ണിന് തല്ല് കൊടുക്കാമടാ. 5ാമത്തെ പെണ്ണാരെന്നറിയുവോ? പടന്നയിലെ ഓരോ ചെറുപ്പക്കാരും പഠിക്കണം പൊന്നുമോര്. അവിടെന്ന് പറയുകയോ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കാറുണ്ട്. സാരിയെങ്കിൽ സാരി, ചുരിദാറെങ്കിൽ ചുരിദാറ്, സ്വർണമെന്ന് പറഞ്ഞ സ്വർണം, അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ പാതിരാത്രി നിന്റെ മണിയറയിലേക്ക് കടന്നു വരുമ്പോ വരുന്ന കോലമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൈലാഞ്ചി ഇടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ പ്രവാചകന് ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചി ഇടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ, പടച്ചവനെ സുറുമയിടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യ പ്രവാചകന് ഇഷ്ടമില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, പടന്നയിലെ ചെറുപ്പക്കാരാ, എടാ നിന്റെ മുന്നിൽ വരുമ്പോ എങ്ങനെയാ നിന്റെ ഭാര്യ വരുന്നത്? പക്ഷേ പടന്നയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നിന്റെ ഭാര്യ പോകുന്ന രംഗം കണ്ടിട്ടുണ്ടോ? പടച്ചവരെ പുതുവസ്ത്രങ്ങൾ ധരിച്ചു, ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ വാരിയിട്ടു, പടച്ചവനെ സ്പ്രേയും അടിച്ചിട്ട് പോകുന്ന രംഗം നീ കണ്ടിട്ടില്ലൂ? നാണമില്ലേടാ ചെറുപ്പക്കാരാ? നിനക്ക് കാണാനുള്ളതല്ലേ നിന്റെ ഭാര്യ? നീ കഷ്ടപ്പെട്ടല്ലേ സർവ്വതം വാങ്ങിക്കൊടുത്തത്? അവള് നിന്റെ മുന്നിൽ അത് ധരിച്ചു കൊണ്ടുവരില്ലോ, നാട്ടുകാരുടെ മുന്നിൽ ധരിച്ചു കൊണ്ടുപോകുന്നു. ചെറുപ്പക്കാരാ, നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയുണ്ടല്ലോ. നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവള് സാരി വേണം, മാല വേണം, എന്ത് വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. ഏത് സുഗന്ധം വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. എന്നാ നിന്റെ മുന്നിൽ വരുന്ന കോല എങ്ങനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ നാട്ടുകാരെ കാണിക്കാനാ നീ വാങ്ങിക്കൊടുത്ത്? എടാ, വീടിന്റെ അലമാരിക്കൊക്കെ തടച്ചു വെക്കാനുള്ളതല്ല പെണ്ണെ ഞാൻ പറയുന്നത്. പൊന്നുമോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകുമ്പോ ഒരുങ്ങിപ്പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല. നീ കല്യാണത്തിന് അന്നല്ലേ മൈലാഞ്ചി ഇട്ട, പിന്നെ ഇട്ടിട്ടുണ്ടോ? രാത്രി ഭർത്താവിന്റെ അടുക്ക പോകുമ്പോ സുറുമ ഇട്ടുകൊണ്ട് പോണ എത്ര പെണ്ണുങ്ങളുണ്ട്? ഉസ്താദെ, എന്റെ പെട്ടിയവന്, എന്റെ ഭർത്താവിന് അയൽവാസിയായ പെണ്ണുമ്പിള്ളയായിട്ട് ഭയങ്കര കമ്പനിയാ ഉസ്താദെ. ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. നിന്റെ ഭർത്താക്കന്മാർക്ക് അടുത്തവന്റെ പെണ്ണുമ്പിള്ളയുമായിട്ട് ബന്ധം ഉണ്ടാകാനുള്ള കാരണം നീ തന്നെയല്ലേ? നീ നേരെ ചുവ ഒരുങ്ങിക്കെട്ടി പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭർത്താവ് പോവോ? നീ നേരെ ചൊവ്വ ഒരുങ്ങിക്കെട്ടി പോകേണ്ടതുപോലെ പോയിരുന്നെങ്കിൽ ഓരോ ദിവസവും കുളിച്ചൊരുങ്ങി മനോഹരമായ വസ്ത്രം ധരിച്ച് നിന്റെ ഭർത്താവിന് നിന്നെ കാണുമ്പോ കൊതി തോന്നുന്ന രീതിയിൽ നീ പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭാര്യ ഭർത്താവ് പോകില്ല. നീ അങ്ങനെ പോകില്ലല്ലോ. നീ കല്യാണ വീട്ടിൽ പോകുമ്പോ നിന്റെ ഒടുക്കത്തെ ഒരുക്കൊരുങ്ങി പോകും. അവിടെ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ കെട്ടിയവന്റെ മുന്നിൽ പോകുമ്പോ അടുക്കളയിൽ ഇട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകും. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയുന്ന, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിക്ക് പോകും.
ഇതാരോടാ പറയുന്നേ? 50 കഴിഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞാൽ ഭർത്താവ് ഒരു റൂമി, ഭാര്യ ഒരു റൂമി, ഇങ്ങനെ കിടക്കാം. ഈ സദസ്സിരിക്കട വാപ്പമാരും ഉമ്മമാരും സ്വന്തം വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും പ്രായമായ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണ എത്ര കുടുംബമുള്ള? കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനമില്ല. വാപ്പ, നീ പെണ്ണ് കെട്ടിയത് സെക്സിന് വേണ്ടിയാ? നീ വികാരം തീർക്കാൻ വേണ്ടിയാ പെണ്ണ് കെട്ടിയേ? അല്ലാഹുവേ പടച്ചവനെ, ഭാര്യയും ഭർത്താവ് ഒരു മോഡലാ. 45 കഴിഞ്ഞാൽ 2 റൂമി, പാപ്പ അവിടെ, ഉമ്മ ഇവിടെ. ആയിഷ വാടി കൂടെ കിടക്കാം. അല്ലോ, മക്കളൊക്കെ നിൽക്കുന്നില്ലേ? അതാ ഭർത്താവ് ഭാര്യ വിളിക്കണം, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം. മക്കളൊക്കെ ഇല്ല. മക്കൾ നിൽക്കുന്നുണ്ട്, അവർക്ക് സൂഹിക്കുന്നതിന് കുഴപ്പമില്ല. നിന്നെ കെട്ടിയത് മക്കളല്ല, നിന്റെ ഭർത്താവാ. ആ മനുഷ്യന്റെ കൂടെ മരിക്കണ കാലം വരെ താങ്ങും തണലുമായി നിൽക്കാനാ നിന്നെ വിവാഹം കഴിച്ച്. നീ അടുത്ത റൂമിൽ പോയി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം. വാപ്പ മരിക്കണ കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് തന്നെ കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ 5 സമയങ്ങളിൽ ഭാര്യയ്ക്ക് പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കാമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3-ാമത്തെ കടമ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള 3-ാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമപ്പെണ്ണല്ല, ചെറുപ്പക്കാരാ. നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. യന്ത്രങ്ങളെ കറങ്ങുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താക്കന്മാര് നിന്റെ ഭാര്യയെ സഹായിക്കടൂ. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുണ്ടല്ലോ, സമയം കിട്ടുമ്പോ നീ അവളെ സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഭർത്താക്കന്മാര് അടുക്കളയിൽ കയറുന്നത് കുറച്ചലാണെന്ന് മിണ്ടാതെ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാ. അടുത്ത് ചെന്നിട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാണ്. കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവസാനം ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ ആയിഷ ബീവി ഉണരുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ആയിഷ എഴുന്നേക്ക്, ആയിഷ ഭക്ഷണം കഴിക്കുക, ആയിഷ. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി. ആയിഷ, എന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീബി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ലറുത്ത് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വീടിന്റെ അകം തൂക്കുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകുമായിരുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഭാര്യ കുത്തുവാക്ക് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, കണ്ണുള്ളപ്പോൾ അതിന്റെ വേദന നിനക്കറിയില്ലോ. നിന്റെ ഭാര്യ ഇല്ലാതെ വരുമ്പോ അവളൊന്ന് കിടന്നു പോകുമ്പോഴേ നിനക്കതിന്റെ പ്രയാസമാകൂ. പടച്ചവനേ, നിന്നെ കൊണ്ട് കഴിയുമോ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞു വിടാറ്, തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ട് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാറ്. എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കോ. ഉച്ചയ്ക്ക് നിന്റെ കൂടപ്പറപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പൊന്നുമോര്. പടച്ചവനെ, എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ നമ്മൾ 4 പേരോട് പറയുമല്ലോ. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല.
ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയുടെ അടുക്കളയിൽ കിടന്നു ചെന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ചെറുപ്പക്കാരാ, അവളെ വേദനിപ്പിക്കല്ലേ പൊന്നുമോന്. റസൂലുള്ള പറയുന്നു, സ്വഹാബാ, അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കലൊരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ സമയം കിട്ടുമ്പോ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് മോനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, ഒന്ന് അരി കഴുകി കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു 5 മിനിറ്റും തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം. അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കുടുംബ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ലാ സലാസത്തുൻ സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേക്ക്. ബിസ്മില്ലാഹ്. ഈ 3 ഭർത്താക്കന്മാർ ആരാ? പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാർ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒന്ന്. ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ. അൽഹംദുലില്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ സദഖ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ഇന്നിവിടേക്ക് വഅദിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ. അല്ലാഹുവേ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തരിച്ചിരിക്കുകയാ. പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഒരേ ഒരു കിടപ്പാട്, ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ
കബീർ. പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ, അല്ലാഹുവേ പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ അറിഞ്ഞില്ലടാ പൊന്നുമോര്, പടച്ചവനെ നിനക്കറിയുമോ അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ രോഗികളെ കാണുന്നവരാ. എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്, എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാൻ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ആരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാനം തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട, നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുത്താ അസ്വദഖത്തു റദ്ദുൽ ബലാ. അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കരുണക്കടലായ അല്ലാഹ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാന്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാറില്ലാത്തവർ, കിടക്കാൻ ഒരു കൂരയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളാല്ലോ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു. ഇവനെ നീ കൈവിടല്ലേ അല്ലാ, ഇവനെ നീ കൈവിടല്ലേ അല്ലാ.